പക്ഷേ ദുബായിലേക്ക് എനിക്ക് വരണമെന്നുണ്ട്. കാരണം ദുബായ് ഇസ് മൈ നെക്സ്റ്റ് മാർക്കറ്റ്. ലൈക്ക് എൻ്റെ നെക്സ്റ്റ് ഫോക്കസ് ദുബായ് ആണ് പോകുന്നത്. അപ്പോൾ MBA പഠിത്തം കഴിഞ്ഞിട്ട് ഞാൻ എനിക്കവിടെ സ്റ്റേ ബാക്ക് ഉണ്ട്. പക്ഷേ ഞാൻ അതിന് നിൽക്കാതെ ഞാൻ ഡാഡിനോട് വിളിച്ചു, ഇതൊക്കെ ഇതിലാണ് പറയുന്നത്, ഇവരാരും അറിയാത്ത കാര്യങ്ങളാണ്. അപ്പം ഞാൻ ഡാഡിനോട് പറയുന്നത് ഞാൻ തിരിച്ചു വരികയാണെന്ന്. അപ്പം അവർ പറഞ്ഞു വിടുന്നത് എന്തിനാ, അവിടെ പോയി നല്ല രീതിയിൽ ജോലിയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ പിന്നെ ഓഫ്കോഴ്സ് ലോണുണ്ട്. അപ്പോൾ അവിടെ പോയി പഠിക്കും, അവിടെ പോയി പഠിച്ചും ജോലി മേടിക്കും. അങ്ങനെയാണല്ലോ ആളുകൾ ഇവിടുന്ന് പോകുന്നത്. അവിടെ പോയി ഒന്ന് സേഫ് ആവാൻ വേണ്ടിയിട്ടാണ്. പപ്പയെ മമ്മിയെ നോക്കും, അവർക്ക് നല്ല രീതിയിൽ പൈസ അയച്ചു കൊടുക്കും. ശരിക്കും അവർ ആ ഒരു പഠിത്തം കഴിഞ്ഞ് ഞാൻ വിളിച്ച് പറയുകയാണ്, ഡാഡി ഞാൻ തിരിച്ചു വരികയാണ്, ഞാൻ ദുബായിലേക്കാണ് വരണേന്ന് പറഞ്ഞു. കാരണം ആ ഒരു ഫാൾ ഒഴിവാക്കണം. അതായത് അവർക്ക് പെട്ടെന്നൊരു ഷോക്ക് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ദുബായിലേക്ക് എനിക്ക് വരണമെന്നുണ്ട്. കാരണം ദുബായ് ഇസ് മൈ നെക്സ്റ്റ് മാർക്കറ്റ്. ലൈക്ക് എൻ്റെ നെക്സ്റ്റ് ഫോക്കസ് ദുബായ് ആണ്. ബിക്കോസ് ഐ നോ ദാറ്റ് ദുബായ് ഇസ് ദ വേൾഡ് ട്രേഡ്. വേൾഡ് ട്രേഡിൽ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്ഥലമാണ് ദുബായ്. അപ്പോൾ കാരണം ആഫ്രിക്ക, യൂറോപ്പ് ഇങ്ങോട്ടൊക്കെ ഷിപ്മെൻറ്റ് പോകുന്നത് ദുബായിൽ നിന്നാണ്, എന്ത് ട്രേഡ് ഉണ്ടെങ്കിലും. അപ്പം ദുബായ് ഒരു ജോഗ്രഫി, നല്ല ജോഗ്രഫി. അപ്പം അതിന് ദുബായ് അറിയണമെന്നുണ്ട്. സോ ഞാൻ പറഞ്ഞു ദുബായിലേക്ക് വന്നിട്ട് അവിടെ ജോലി നോക്കാം, ജോലി നോക്കിയിട്ട് ഞാൻ തിരിച്ച് ജോലി നോക്കിയിട്ട് അവിടെ നിൽക്കാമെന്ന്. അപ്പോൾ ഇവിടെ വലിയ സ്കോപ്പിൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വരികയാണ്. അപ്പം ഇത് 2011 ആയി.